ഹായ് ഓൾ, ICSE 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ് മെഷീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാലൻസ് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ബാക്കി ന്യൂമറിക്കൽസിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫിഗർ ഡ്രോ എ ടാക്കിൾ ടു ലിഫ്റ്റ് ദ ലോഡ് ബൈ അപ്ലൈയിങ് ദ ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് ഡയറക്ഷനിൽ എഫർട്ട് കൊടുക്കണം. ആ രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു പുള്ളി സിസ്റ്റം തന്നിട്ടുണ്ട്. റോപ്പ് അതിനകത്ത് വരച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വരയ്ക്കാം. ഇതാ വരയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ റോപ്പ് കയറ്റി ഇവിടെയാണ്. ഓക്കെ, ഇവിടെ എഫർട്ട്, റോപ്പിൻ്റെ ബാക്കി ഇതാ ഇങ്ങനെ നേരെ താഴെ പോകുന്നു. താഴെ കൂടെ കയറ്റി അത് കഴിഞ്ഞിട്ട് അത് നേരെ മേല് വരും. മേല് വന്നിട്ട് ഇതിൽ കൂടെ കയറ്റും. ഓക്കെ, അവിടെ നിന്ന് നേരെ താഴെ പോവും. ഇതിലൂടെ കയറും. അത് കഴിഞ്ഞ് നേരെ മേലെ പോയി അതിൽ കൂടെ കയറും. അവിടെ നിന്ന് നേരെ താഴെ വന്ന് ഇതിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ലോഡ് താഴോട്ടും എഫർട്ടും ഇവിടെ ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാർക്ക് ഇൻ ദ ഡയഗ്രാം ഡയറക്ഷൻ ഓഫ് ലോഡ് ആൻഡ് എഫർട്ട്. അപ്പോൾ എ പാർട്ട് നമ്മൾ ചെയ്ത് കഴിയും. ഇനി എന്താണ് ബി പാർട്ട്? ഇഫ് ദ ലോഡ് ഈസ് റൈസ്ഡ് ബൈ 1 meter ത്രൂ വാട്ട് ഡിസ്റ്റൻസ് എഫർട്ട് മൂവ്സ് എന്നാണ്. ലോഡ് 1 meter നീങ്ങി, അങ്ങനെയാണെങ്കിൽ എഫർട്ട് എത്ര നീങ്ങും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബി പാർട്ടിൻ്റെ ആൻസർ നമുക്ക് എളുപ്പമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ഇതിനകത്ത് ലോഡ് 1 meter നീങ്ങി, അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം ആര് നീങ്ങും, എഫർട്ട് നീങ്ങും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ടാണ് ചോദ്യം അല്ലേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളിവിടെ നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് മേളിൽ 3 എണ്ണവും താഴെ 2 എണ്ണവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് 5. നമ്പർ ഓഫ് സ്ട്രിങ്സ് സപ്പോർട്ടിങ് ലോവർ ബ്ലോക്ക് അതും 5 ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഞാനിവിടെ ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, 1 2 3 4 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം നമ്പർ ഓഫ് പുള്ളീസ് സപ്പോർട്ടിങ് ദ ലോവർ ബ്ലോക്ക് ഈസ് ആൾസോ 5. അപ്പം നമുക്ക് അതും 5 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസും 5, നമ്പർ ഓഫ് സ്ട്രിങ്സ് സപ്പോർട്ടിങ് ദ ലോവർ ബ്ലോക്ക് ഈസ് ആൾസോ 5. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ടൈംസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 5 × 1 എന്നാണ്. അപ്പോൾ ആൻസർ 5 meter എന്നാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി അടുത്ത സി പാർട്ട് എന്താണ്? സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് സപ്പോർട്ടിങ് ദ ലോഡ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയാണ്? 5 എന്നാണ്. ഇനി അടുത്തത് വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ് പറയൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പുള്ളീസിന് ഈക്വൽ ആണ്. അപ്പോൾ 5 ആണ്. എളുപ്പമല്ലേടാ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പുള്ളി സിസ്റ്റം ഹാസ് വെലോസിറ്റി റേഷ്യോ 3. അപ്പോൾ നമുക്ക് വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോ 3. എഫിഷ്യൻസി തന്നിട്ടുണ്ട് 80%. 80% എന്ന് പറഞ്ഞാൽ 80%. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100. ഡ്രോ ലേബിൾഡ് ഡയഗ്രാം. ഇത് വെലോസിറ്റി റേഷ്യോ 3 എന്ന് തന്നിട്ടില്ലേ മക്കളെ. അപ്പോൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പുള്ളീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 3 എന്നാണ്. അപ്പോൾ 3 പുള്ളിയുണ്ട്. ഡ്രോ ഡയഗ്രാം. 3 പുള്ളിയുണ്ട്. 3 പുള്ളി ഉണ്ടെങ്കിൽ എങ്ങനെ ഡയഗ്രാം വരയ്ക്കും? 3 പുള്ളി ഉണ്ടെങ്കിൽ മേളിൽ 2 പുള്ളിയും താഴെ 1 പുള്ളിയും. അതെങ്ങനെ വെച്ച്? മേളിലും താഴെ ഇതർ ഈക്വൽ നമ്പർ ഓഫ് പുള്ളീസ് വരാം, അല്ലെങ്കിൽ 1 പുള്ളി മേളിലത്തേൽ ഗ്രേറ്റർ വരണം. അപ്പം നമുക്ക് 2 എണ്ണം മേളിലും 1 എണ്ണം താഴെയും വരയ്ക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് മേളിൽ 2 പുള്ളി. ഓക്കെ വരയ്ക്കുന്നു. ഇനി താഴെ ഒറ്റപ്പുള്ളി. ഓക്കെ, താഴെ ഒറ്റപ്പുള്ളി. നമുക്കിനി ഇത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തു. ഇനി വരയ്ക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചോണം കേട്ടോ. അപ്പോൾ ഇത് എഫർട്ടാണ്. റോപ്പ് നേരെ താഴോട്ട് പോകണം. താഴെ പുള്ളി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കയറ്റുക. അവിടെ നിന്ന് നേരെ മേല് വരണം. അവിടെ നിന്ന് നേരെ താഴെ പോയി ആ ഹൂക്കിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഡുണ്ട്. അപ്പോൾ ലോഡ് താഴോട്ട്, എഫർട്ടും താഴോട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട, അപ്പോൾ ഡയഗ്രാം വരച്ചു. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയെന്നാണ് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കാണുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ? എഫിഷ്യൻസി കാണാൻ നിങ്ങൾക്കറിയാം. MA/VR നിങ്ങൾ പഠിച്ചതാണ്. MA/VR എന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇട്ട് നോക്കാം. 8 എന്ന് പറഞ്ഞാൽ
80/100 ഈക്വൽ ടു MA എനിക്ക് അറിഞ്ഞുകൂടാ, ഡിവൈഡഡ് ബൈ VR-ൻ്റെ ആൻസർ 3 എന്നാണ്. ഇത് ക്രോസ് ചെയ്യാം നമുക്ക്. അപ്പോൾ MA ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ 3 × 80 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ 10 കട്ട് ചെയ്തു 2.4 എന്ന് കിട്ടി. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയി. കണ്ടോ? അപ്പോൾ അടുത്ത പാർട്ടിൻ്റെ ആൻസറായി, B പാർട്ടിൻ്റെ ആൻസറായി. ഓക്കെ, ഇനി A പാർട്ടിൻ്റെ ആൻസറായി. ഇനി എന്താ വേണ്ടേ? B പാർട്ട്. എഫർട്ട് റിക്വയർഡ് ടു മൂവ് എ ലോഡ് 300 ന്യൂട്ടൺ. ലോഡ് തന്നിട്ടുണ്ട് 300 എന്നാണ്. എഫർട്ട് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ലോഡ് ബൈ എഫർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ തന്നെ ഇത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്താണ്? നമ്മുടെ എഫർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ MA എന്നാണ്. ഇതിൽ വാല്യൂ ഇടുക. എഫർട്ട് ഈസ് ഈക്വൽ ടു ലോഡിൻ്റെ ആൻസർ 300 ഡിവൈഡ് ബൈ 2.4 എന്നാണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആൻസർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 125 എന്നാണ്. 125 ന്യൂട്ടൺ. എളുപ്പമല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്നും തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ ഷോസ് എന്താണ്? എ സിസ്റ്റം വിത്ത് 4 പുള്ളീസ്, 4 പുള്ളിയുണ്ട്. The upper two pulleys are fixed and lower 2 pulleys are movable. Okay. Draw a string around the pulleys. നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ സ്ട്രിങ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് എഫർട്ട് കൊടുക്കുക. നേരെ താഴോട്ട് പോകുന്നു, താഴത്തെ ഇതിൽ കയറുന്നു, അവിടെ നിന്ന് നേരെ മേലോട്ട് പോകുന്നു, മേലിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ താഴെ പോകുന്നു, താഴേന്ന് നേരെ മേലിൽ പോകുന്നു, മേലിൽ പോയി അവിടുത്തെ ഇതിൽ പിടിച്ച് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ നേരെ വരച്ചോണം. അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയിരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, പിടിച്ച് കെട്ടിയിട്ടുണ്ട്, മേലിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് ആയി. ഇത് ലോഡാണ്, ലോഡ് താഴോട്ടാണ്, എഫർട്ടും താഴോട്ടാണ്. ആൾസോ ഷോ ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഡയറക്ഷൻ ഇൻ വിച്ച് ദ എഫർട്ട് ഈസ് അപ്ലൈഡ്. അതെല്ലാം വരച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എ പാർട്ട് ക്ലിയർ ആയി. ഇനി ബി പാർട്ടാണ്. വാട്ട് ഈസ് എ വെലോസിറ്റി റേഷ്യോ? ഇതിൻ്റെ വെലോസിറ്റി റേഷ്യോ എത്ര എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു നമ്പർ ഓഫ് പുള്ളീസ്. ഇവിടെ എത്രയാണ്? 4 ആണ്. ബി പാർട്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോയുടെ ആൻസർ 4 ആണ്. ഓക്കെ, ഇനി അതിൻ്റെ സി പാർട്ട്. ഹൗ ആർ ലോഡ് ആൻഡ് എഫർട്ട് റിലേറ്റഡ്? ലോഡും എഫർട്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സി പാർട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫർട്ട് എന്നാണ് അല്ലേ? ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പുള്ളീസിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അപ്പോൾ അത് 4 ഈക്വൽ ടു ലോഡ് ബൈ എഫർട്ട് എന്നാണ്. ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് ലോഡ് കിട്ടും. ലോഡ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് എഫർട്ട് എന്നാണ്. അതാണ് നമ്മുടെ അടുത്ത ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലോഡും എഫർട്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ചെയ്തു. ഇനി ഒറ്റ എണ്ണം കൂടെ ഉള്ളൂ. വാട്ട് അസംഷൻസ് ഡു യു മേക്ക് ഇൻ അറൈവിങ് അറ്റ് യുവർ ആൻസർ ഇൻ പാർട്ട് സി? ഈ കഴിഞ്ഞ ആൻസർ ഒപ്പിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് അസംഷനാണ് അവിടെ ചെയ്തത്? അപ്പം നമ്മുടെ അസംഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ലോവർ ബ്ലോക്കിന് വെയിറ്റ് ഇല്ല. അപ്പം നമ്മുടെ അസംഷൻ ഇതാണ്. വാട്ട് ഈസ് അസംഷൻ? ലോവർ ബ്ലോക്ക് ഈസ് വെയ്റ്റ്ലെസ് എന്നാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. അത് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ ഷോസ് ദ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റം ഓഫ് പുള്ളീസ് യൂസ് ടു ലിഫ്റ്റ് എ ലോഡ്. ഹൗ മെനി സ്ട്രാൻഡ്സ് ഓഫ് ടാക്കിൾ ആർ സപ്പോർട്ടിങ് ദ ലോഡ്? ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര്? ലോവർ ബ്ലോക്കിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു നോക്കുക. 1 നോക്കാം. 1 2 3 4 4 ആൻസർ 4 എന്നാണ്. അപ്പോൾ ഞാൻ ആൻസർ എഴുതാൻ പോകുന്നു. എ പാർട്ടിൻ്റെ ആൻസർ 4 എന്നാണ്. അപ്പോൾ എ പാർട്ട് കഴിഞ്ഞു. ഇനി ഡ്രോ ആരോസ് ടു റെപ്രസെൻറ്റ് ടെൻഷൻ ഇൻ ഈച്ച് സ്ട്രിങ്. ഓരോ ഇതിലുള്ള ടെൻഷൻ വരയ്ക്കണം. ലോഡ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ ഈ റോപ്പിൽ ഇവിടെ രണ്ടും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ T ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ടെൻഷൻ ഇവിടെ നമ്മുടെ അടുത്ത ഇതിലെല്ലാം ടെൻഷൻ ഉണ്ടാവും. എല്ലാത്തിലും ടെൻഷൻ ഉണ്ടാവും. ഇതെല്ലാം എങ്ങോട്ടാണ്? മേലിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾറെഡി 2 വരച്ചു. ബാക്കിയെല്ലാം മേലിലോട്ടാണ്. അപ്പോൾ ടെൻഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്കിനി ഓരോ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ്റെത് വരച്ചു കഴിഞ്ഞു.
ഇനി ബാക്കി വരയ്ക്കാനുള്ളത് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇവിടെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെൻഷൻ എല്ലാം വരച്ചു. ഇനി വേണ്ടത് സി പാർട്ട്. വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചതാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ്, എന്താണ്, രണ്ട് സ്ട്രൈറ്റ് പറഞ്ഞാൽ മതി, നമ്പർ ഓഫ് പുള്ളീസ് പറഞ്ഞാൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ്. അപ്പോൾ n ഈക്വൽ ടു 4. സ്ട്രൈറ്റ് അല്ലേ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാണ്. ഇനി ഡി പാർട്ട്, വെൻ ലോഡ് ഈസ് മൂവ്ഡ് അപ്പ് ബൈ എ ഡിസ്റ്റൻസ് 1 meter, ഹൗ ഫാർ ഡസ് ദ എഫർട്ട് മൂവ്? ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ടാണ് ചോദ്യം. ഈക്വൽ ടു n ടൈംസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ്. ആൻസർ 4 ടൈംസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ആൻസർ 4 meter എന്നാണ്. അതും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, ഹൗ മച്ച് എഫർട്ട് ഈസ് നീഡഡ് ടു ലിഫ്റ്റ് എ ലോഡ് 100? അപ്പോൾ ഈ പാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പറയൂ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ലോഡ് ബൈ എഫർട്ട് എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. 4 ഈസ് ഈക്വൽ ടു ലോഡ് നമുക്ക് തന്നിട്ടുണ്ടോ, 100 ആണ്, ഡിവൈഡ് ബൈ എഫർട്ട്. ഇനി എഫർട്ട് നിങ്ങൾ ഒറ്റയടിക്ക് പറയൂ, എഫർട്ട് ഈസ് ഈക്വൽ ടു 100/4. അപ്പോൾ ആൻസർ 25 Newton. അതിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ മക്കളെ? നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റം ഹാസ് വെലോസിറ്റി റേഷ്യോ 3. ഒരു ബ്ലോക്ക് ആൻഡ് ടാക്കിൾ സിസ്റ്റമാണ്, അതിൻ്റെ വെലോസിറ്റി റേഷ്യോ 3 ആണ്. അപ്പോൾ ഞാൻ എഴുതാം വെലോസിറ്റി റേഷ്യോ 3 എന്നാണ്. ഓക്കെ, ഡ്രോ ലേബിൾഡ് ഡയഗ്രാം ഇൻഡിക്കേറ്റിംഗ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ലോഡ് ആൻഡ് എഫർട്ട്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കണമെന്നാണ്. അപ്പം വെലോസിറ്റി റേഷ്യോ 3 എന്നാണ്. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പുള്ളീസിന് ഈക്വലാണ്. അപ്പം 3 പുള്ളിയുണ്ട്. ഇപ്പോൾ 2 എണ്ണം മേലും 1 എണ്ണം താഴെയും. അപ്പോൾ ഇതേമാതിരി ഒരെണ്ണം നമ്മൾ നേരത്തെ ചെയ്തതാണ്, വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുന്നു. ഇനി അടുത്തത് ഇവിടെ ഒരു പുള്ളി, അടുത്ത ഇവിടെ ഒരു പുള്ളി. ഓക്കെ, ഇനി ഇവിടെ ഹൂക്കാണ്. ഇനി അടുത്തത് താഴെ ഒറ്റ എണ്ണം, ഒരൊറ്റ പുള്ളി. ഓക്കെ, അതിൻ്റെ ഹൂക്കുകളാണ് അടുത്ത പുള്ളി. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കുക. ഇനി ഇവിടെ റോപ്പുണ്ട്, എഫർട്ടാണ്. റോപ്പിൻ്റെ മറ്റേ അറ്റം നേരെ അങ്ങ് താഴെ പോയി, താഴത്തെ പുള്ളിയിൽ കയറി, അവിടെ നിന്ന് നേരെ മേലിൽ വന്നു, അവിടത്തേൽ കയറി, അവിടെ നിന്ന് നേരെ താഴെ പോയി, താഴത്തെ ഹുക്കിൽ അറ്റാച്ച് ചെയ്തു. ഇത് വരയ്ക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ലോഡിൻ്റെ എഫർട്ടിൻ്റെയും കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ലോഡ് നമുക്ക് ആഡ് ചെയ്യാം. ലോഡ് താഴോട്ടാണ്, എഫർട്ടും താഴോട്ടാണ്. ഓക്കെ, എ മാൻ ക്യാൻ എക്സർട്ട് എ പുൾ ഓഫ് 200 kgf. ഒരു ആൾ കൊടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 200. അപ്പോൾ തന്നിരിക്കുന്ന എ പാർട്ട്, അപ്പോൾ എഫർട്ടിൻ്റെ ആൻസർ 200 kgf എന്നാണ്. 200 kgf. ഇനി വാട്ട് ഈസ് എ മാക്സിമം ലോഡ്? ലോഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ലോഡ് എത്ര എന്നാണ് ചോദ്യം. എ പാർട്ടാണ്. എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എത്ര? 60%. ഇപ്പോൾ 60/100. അപ്പോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ലോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തുകൂടെ? എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ പറ മക്കളെ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു MA/VR എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. 60/100 ഈസ് ഈക്വൽ ടു MA/VR. ആൻസർ 3 എന്നാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാം മക്കളെ. ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് 3 MA ഈസ് ഈക്വൽ ടു എത്ര വരും? 3 × 60/100 എന്നാണ്. ഓരോ 10 കട്ട് ചെയ്തു, ബാക്കി 1.8 എന്ന് MAയുടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള അടുത്ത ഇക്വേഷൻ എഴുതാം. ലോഡ് ബൈ എഫർട്ട് എന്നാണ്, അല്ലേ? ഇതിൽ MAയുടെ ആൻസർ 1.8 എന്നാണ്. ലോഡ് ഇവിടെ അറിഞ്ഞുകൂടാ. എഫർട്ടിൻ്റെ ആൻസർ 200 എന്നാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ലോഡ് കിട്ടും. 1.8 × 200 കണ്ടോ? എത്ര വരും ഇവിടെ? അപ്പോൾ ഇത് 10 കൊണ്ട് ചെയ്യുമ്പോൾ 18 ആയി. 18 × 2 36, 360 kgf. വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ലോഡിൻ്റെ ആൻസർ 360 kgf എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയി. ഇനി അടുത്തത്, ഇഫ് ദ എഫർട്ട് ആൻഡ് മൂവ്സ് ബൈ എ ഡിസ്റ്റൻസ് 60, വാട്ട് ഡിസ്റ്റൻസ് ഡസ് ദ ലോഡ് ആൻഡ് മൂവ്? അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? n ടൈംസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് അങ്ങനെ കാണും, DE/n എന്നാണ്. ഇതിൽ DEയുടെ ആൻസർ
തന്നിട്ടുണ്ട് 60 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പുള്ളീസ് ഇവിടെ 3 ആണ്. ആൻസർ 20 സെൻറ്റിമീറ്റർ എന്നാണ്. ഇത് എളുപ്പമല്ലേ? ഇപ്പോൾ ഡിസ്റ്റൻസ് മൂഡ് ബൈ എഫർട്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് മൂഡ് ബൈ ലോഡാണ് അവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതും പ്രയാസമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ഉണ്ടോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു പോയി. അപ്പോൾ ഇനി നിങ്ങൾ സ്മാർട്ടായിട്ട് അതിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ബൈ.